ബിൻഷ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പീഡന കേസ്, മൂന്നാമത്തെ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ചില വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോൺഗ്രസിൻ്റെ നേതാവായ, നേരത്തെ CPIയുടെ നേതാവൊക്കെ ആയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവർ കഴിഞ്ഞ ദിവസം ലൈവിൽ എത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുകയാണ്. അത് ശ്രീനാദേവി കുഞ്ഞമ്മ തിരിച്ചൊരു പരാതി അവരും നൽകിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ ഒരു വിശദീകരണത്തെക്കുറിച്ച്? രാജ്മോഹൻ ചേട്ടാ, ശ്രീനാദേവി കുഞ്ഞമ്മമാരെ പോലുള്ളവരെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിജീവിതക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു, എന്നെ സമൂഹത്തിൽ കരിവാരി തേച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് എന്താ പറയുക? അത് പറയാം. അതിൻ്റെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. നമുക്ക് അത് ഉറപ്പ് വരുന്നുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ അന്ന് നമ്മൾ ലൈവ് കണ്ടിരുന്നു, ഞാൻ മുഴുവൻ കണ്ടിരുന്നു. അതിൽ ഈ അതിജീവിതയെക്കുറിച്ച് മോശമൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് ഞാൻ അതിജീവിതനൊപ്പമാണ്. കാരണം അവർ പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമമാണ് ഏറ്റവും വലുത്. നിയമം അനുസരിച്ച് അയാൾ കുറ്റം ചെയ്ത് ശിക്ഷിക്കട്ടെ, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇവരെ നമ്മൾ വിശദമായി പരിശോധിച്ചാൽ അതിജീവിതയെക്കുറിച്ച് മോശമായിട്ട് ഒരു കാര്യം പോലും അവർ പറയുന്നില്ല. അവരെ പേര് പരാമർശിക്കുക അല്ലെങ്കിൽ അവരെ പ്രവൃത്തികൾ ഏതെങ്കിലും വിമർശിക്കുക എന്ന് മാത്രമല്ല, ഇത് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കണമെന്ന രീതിയിലാണ് അവർ അത് കൺക്ലൂഡ് ചെയ്യുന്നത്. അതിജീവിതയെ അറിയില്ല എന്നും അവർ ആ പരാതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അവർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഈ രാജ്യത്ത് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തി പിടിച്ച് തൂക്കി അകത്താക്കണ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ. നോക്കൂ, അതല്ലേ ഉദാഹരണത്തിന് മറുനാടൻ മലയാള കാര്യത്തിൽ തന്നെ നമുക്കറിയാം. ഞങ്ങളത് അനുഭവിച്ചവരാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ വാർത്തകൾ സത്യമായി തന്നെ കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ എന്തുമാത്രം പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഇതിൽ മോശം പറഞ്ഞാൽ ഓക്കെ, നമ്മൾ അഭിപ്രായം പറയുന്ന നമ്മുടെ എല്ലാ മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം മാത്രമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷെ കോൺഗ്രസിലെ എല്ലാവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുമ്പോൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മമാരെ പോലുള്ളവർ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു എന്നൊരു ചോദ്യമല്ലേ? അല്ല, ശ്രീനാദേവി കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ കഴിഞ്ഞ ഈയിടെ വരെ CPIയിലായിരുന്നു. മാത്രമല്ല അവരെ ആദ്യ കാലങ്ങളിൽ CPIയിലായിരുന്ന സമയത്ത് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ അവമാനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ കോൺഗ്രസ് ചേർന്ന് ജയിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അഭിപ്രായം പ്രകടിപ്പിക്കാം ആർക്കും. അതിൻ്റെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തായാലും അവർ തിരിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പിണറായി സർക്കാരുകൾ, രണ്ട് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഏതെങ്കിലും കേസിൽ അവനെ പിടിക്കും. മനസ്സിലായില്ലേ? ഇതിപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ ഇടതുമുന്നണി വിട്ടുപോയ ആളാണ്. സപ്പോസ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പോൾ ഇടതുമുന്നണി തന്നെ തുറന്നിരുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ CPMൻ്റെ ഒരാളായിരുന്നു, അവർ കുറച്ച് ചുറ്റിക്കെട്ടിയ ഈ ഇതാണ് ഗോതം മാഷ പറയുന്ന പോലത്തെ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ ഇവരൊന്നും ചെയ്യില്ലായിരുന്നു. അല്ലെങ്കിൽ പാർട്ടി വിളിച്ച് ശാസിക്കുക എങ്ങനെ ഉണ്ടായിരുന്നല്ലോ. കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. രാഹുൽ ഈശ്വർ കാണിച്ചതൊന്നും ശരിയായ നടപടിയായിരുന്നില്ല, പക്ഷെ അയാൾ പറഞ്ഞ മുഴുവൻ ഫൗളായിരുന്നു. മനസ്സിലായില്ല? അയാൾ ഈ എന്താണ് കേസിൽ കുറ്റക്കാരെന്ന് ആരോപിതരായ ഒളിയിറങ്ങി കിടക്കുമ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയായിരുന്നു. അതിൽ നമ്മൾ തീർത്ത് രാഹുലിൻ്റെ ഭാവം പറയുന്നില്ല. രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ നിയമത്തെ നമ്മൾ അനുസരിക്കണം. അത് നമ്മുടെ അടുത്തുള്ള നിയമമാണ്. രാഹുൽ ഈശ്വർ നടത്തിയ പല കാര്യങ്ങളും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടതായിരുന്നു ചെയ്തത്. കോടതി ഒരു കാര്യത്തിൽ നമ്മളൊരു കാര്യം ഉത്തരവിടും, നമുക്ക് ജാമ്യം തരും, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. നിയമത്തിനെ നമ്മൾ അനുകൂലിക്കണം. ഓക്കെ, അത് ഞാൻ പറയുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ പോലുള്ളവരൊക്കെ അനുകൂലിക്കാൻ ഒരുപാട് അനുയായികളുണ്ട്. അവർ ചെലവും കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എന്ത് കാര്യവും എന്ത് തെമ്മാടിത്തരവും ചെയ്താൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ വെള്ളഭൂഷ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ ശ്രീനാദേവി കുഞ്ഞമ്മയാണേലും സോഷ്യൽ മീഡിയയിലൂടെയാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല, പക്ഷെ അവരൊരു പൊതുപ്രവർത്തകയാണെന്ന് ഓർക്കണം. അല്ല, അവർ പറഞ്ഞത് ഈ ഞാൻ അതിജീവിതനൊപ്പം പറഞ്ഞത് എന്നാണ് വാക്കാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഇയാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ കോടതി തെളിയിക്കട്ടെ. അതെ, ഞാൻ എപ്പോഴും നിരപരാധികളുടെ ഒപ്പമാണെന്നാണ്. നിരപരാധിയാണെന്ന് എങ്ങനെ അവർ ആദ്യമേ വിധി അല്ല, ഒരു കേസിൽ കോടതി ആത്യന്തികമായി ഒരാളെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നവരെ അയാൾ നിരപരാധി തന്നെയാണ്, അയാൾ കുറ്റവാളി അല്ല. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ ആരോപിതൻ മാത്രമാണ് അയാൾ കുറ്റവാളിയല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കേരള മാധ്യമങ്ങൾ അങ്ങെടുത്ത് പറയുകയാണ്. നമ്മളവിടെ കണ്ടിട്ടില്ല, പലപ്പോഴും കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്യുന്ന വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുള്ള രാജ്യമാണ് നമ്മളത്, നാടാണ് നമ്മുടേത്. അതുപോലെ അയാൾ കുറ്റാരോപിതനാണ്. അയാളുടെ പേരിൽ ഇപ്പോൾ 3 കേസ് വന്നിട്ടുണ്ട്. അയാൾ കുറ്റാരോപിതനാണ്. അതുകൊണ്ട് ഇപ്പോൾ നിയമാനുസരണമുള്ള അന്വേഷണം നടക്കട്ടെ. അത് നമ്മുടെ നാട്ടിൽ കോടതിയൊക്കെ ഉണ്ട് ഇതിനൊക്കെ ചോദിക്കാൻ. അവരവരുടെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പല CPM നേതാക്കന്മാരും പണ്ട്
ഈ കോൺഗ്രസ് വയ്ക്കുന്ന സമയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഞങ്ങളെ പിടിച്ചകത്തിട്ടു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് ബഹളം വയ്ക്കുന്ന എത്രയോ നേതാക്കൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അവർ അതിനേക്കാളും കടന്ന രീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത്രയും 3 ബലാത്സംഗ കേസിലൊക്കെ അറസ്റ്റിലായ ഒരു പ്രതിയെ നമ്മൾ വെറുതെ എന്താ പറയാ അവർ നിരപരാധിയാണ് എന്നൊക്കെ അങ്ങനെ വിലയിരുത്തരുത്, അത് വേറൊരു കാര്യം. പക്ഷെ സോഷ്യൽ മീഡിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഇങ്ങനെ പരാതികളൊക്കെ വന്ന സമയത്ത് എല്ലാവരും അനുകൂലിച്ചിട്ടാണ് കമന്റുകൾ ഇട്ടത്. അത് രാജ്മോഹൻ ചേട്ടൻ എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റല്ലേ? ഭൂരിഭാഗം കമന്റുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും രാഹുലിന് 2 കേസിന് മുൻകൂർ ജാമ്യം കിട്ടുന്നുള്ള നമ്മളെപ്പോഴും ഓർത്തോളണം. മനസ്സിലായോ? മൂന്നാമത്തേലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം ഇത് വേട്ടയാടലാണ് ഇപ്പോൾ നടക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ തങ്ങളെ എതിരാളികളെ ഇല്ലാതാക്കുക എന്നുള്ള നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യത്തിനുള്ള ഭാഗമാണിത്. പക്ഷേ എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല, കുറ്റം ചെയ്തിട്ടുണ്ടാകാം, അത് കോടതി തെളിയിക്കട്ടെ. കോടതിക്ക് മുമ്പാകെ എത്തുമ്പോഴാണല്ലോ ഇത് സംബന്ധിച്ചുള്ള ബാക്കി നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതുവരെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് എന്നല്ല നമുക്ക് ആർക്കാണെങ്കിലും അഭിപ്രായം പറയാം. നാളെ നമ്മളാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ വേറെ ഒരാൾ ഒരു യുവത്വ നേതാവ്, ഞാൻ പേരങ്ങ് പറഞ്ഞു, ഇവർ ചെറുപ്പക്കാരൻ, അയാൾ കൃത്യമായിട്ടും രാഹുലിൻ്റെ കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ടൊക്കെ തന്നെ അയാൾ വളരെ നല്ല ആശയമുള്ള രീതിയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇവരെ ചീത്ത വിളിക്കാനല്ല, എന്തൊക്കെയാണെന്നുള്ള ഓരോ 1 by 1 പോയിന്റായിട്ട് പറഞ്ഞുകൊണ്ട് അത് വായിക്കുമ്പോൾ നോക്കുമെന്ന് ഇനി അയാളെ വല്ലതും കസർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ദിലീപിൻ്റെ കേസിൻ്റെ വിധി വന്നു. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം വളരെ കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ 1700 പേജൊന്നും വായിക്കാൻ നമുക്കാർക്ക് സമയം കിട്ടില്ല. അദ്ദേഹം പഠിച്ചു കാണുമായിരിക്കും. അദ്ദേഹം കൃത്യമായി, സത്യം പറഞ്ഞാൽ ഈ കേസിൻ്റെ ഒരുപാട് ഉള്ളടക്കങ്ങളിലേക്ക് ഈ വിധിന്യായത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലായത് ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ കണ്ടപ്പോഴാണ്. അതിന് ശ്രീജിത്ത് പണിക്കർ ചീത്ത വിളിയായിരുന്നു, ഇയാൾ ദിലീപിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദിലീപിനെ തന്നെ കുറ്റക്കാരനാക്കി എല്ലാവരും കൂടെ ആദ്യം ഇറങ്ങി. പിന്നീട് ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞപ്പോഴും എല്ലാവരും വാഴ്ത്താനും ആൾ ഇറങ്ങി. പക്ഷെ അത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ ഘടന ഇത്തരത്തിലുള്ള കേസിൽപ്പെടുമ്പോൾ അയാളെ കരിയറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് പൊളിറ്റിക്കൽ കരിയറിന് സംഭവിച്ച ഒരു ദുരന്തമാണ്. കാരണം ഇനി ഇവരോട് സമയമെടുക്കും. രാഹുൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റില്ലെന്ന് എന്തായാലും ഉറപ്പായി. പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഒരു CPM അന്നുകൊടുന്നില്ല ചിലപ്പോൾ നാളെ കാലത്ത് ഇല്ല. CPM ആണ് പാർട്ടി. എന്റെ വിശ്വാസം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പം രാഹുൽ മാങ്കൂട്ടം നിലപാടില്ലല്ലോ അവർക്ക്. അത് അന്ന് പറഞ്ഞല്ലേ പറയുന്നത്. അത് അന്ന് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. CPM സംബന്ധിച്ചല്ല അങ്ങനെയാണ്. അത് ഞങ്ങൾക്ക് അന്ന് പറ്റിയ അബദ്ധമാണ്. ഞങ്ങളിപ്പോൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അതാണ് അവരുടെ സ്ഥിരം രീതി. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മക്കെതിരെ കേസെടുത്ത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവും. ശ്രീനാദേവി കുഞ്ഞമ്മ എന്നെ സമൂഹത്തിൽ കരിവാരി തേക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അപ്പൊ അതിജീവിത അപ്പൊ എത്രത്തോളം അവര് അപമാനിച്ചില്ല, എന്നാലും അതിജീവിതക്കെതിരെയല്ലേ സംസാരിച്ചത്? ലൈവിൽ അങ്ങനെ പറഞ്ഞില്ല. ഒരിക്കലും അല്ല ബിൻഷ, അങ്ങനെ അതിജീവിതക്കെതിരെ അല്ല അവർ സംസാരിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. കോടതിയിൽ അന്തിമ തീരുമാനം വരുന്നവരുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത് ഞാൻ അതിജീവിതനൊപ്പം, അതൊരു വലിയ വലിയ സംഭവമാണ്. അത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ അവിടുത്തെ വിശദീകരണം തേടുമായിരിക്കും. കോൺഗ്രസിൽ ഒരുപാട് ഉണ്ട്. മാത്രമല്ല അവര് കോൺഗ്രസ് നേതൃത്വം തന്നെ പറഞ്ഞു ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്ന് നേരത്തെ തന്നെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവരിപ്പം കോൺഗ്രസിൽ അങ്ങോട്ട് ചേർന്നതേ ഉള്ളൂ. ജയിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. തീർച്ചയായിട്ടും എന്റെ വിശ്വാസം പാർട്ടി അവരുടെ വിശദീകരണം തേടും എന്ന് തന്നെയാണ്. നടപടി എടുക്കുന്നു തോന്നുന്നുണ്ടോ? നടപടി താക്കീതായിരിക്കും മിക്കവാറും. അല്ലെ പാർട്ടി കൊണ്ട് വന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരാളുടെ പെട്ടെന്ന് നടപടി എടുക്കാൻ സാധ്യതയില്ലെങ്കിൽ ഒരു താക്കീത് ഇനിമേൽ അങ്ങനെ ആവർത്തിക്കരുതെന്നും ഇട്ടേക്കുന്ന പോസ്റ്റിലും പിൻവലിക്കാൻ ആവശ്യപ്പെടുമായിരിക്കാം. കാരണം ഇത് അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇത് പാർട്ടിയിലെ തന്നെ ഒരു വനിതാ നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അതിനുള്ള സാധ്യതകളെ പറ്റില്ല. പക്ഷെ അപ്പോൾ പോലും ഇത് വളരെ അടിസ്ഥാനപരമായി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ലേ എന്നാണ് എൻ്റെ ഒറ്റ ചോദ്യം. ആർക്കും. കാരണം ഞാൻ മനുഷ്യ ചീത്ത വിളിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടാൽ ഓക്കെ, എന്നെ പിടിച്ചാത്തണം. പക്ഷെ ഞാൻ ഈ ഒരു കേസ് കിടക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം, ഒരു ജനപ്രതിനിധിയും കൂടെയാണ് അവർക്ക് അഭിപ്രായ പ്രകടനം നടത്താം. ആരും അവമാനിച്ചിട്ടില്ല. അവര് കോൺഗ്രസ് പുറത്താക്കിയ ഒരാളാണ്. അതിലൊരു വനിത തന്നെയാണ് അതിജീവിതൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു അല്ല, അത് രാഷ്ട്രീയപരമായി നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ പാർട്ടിപരമായി നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്. പാർട്ടിയുടെ നിലപാട് അല്ല അവർ പറഞ്ഞത്. നമ്മുടെ പാർട്ടിയിൽ അംഗമായിരിക്കും പാർട്ടി നിലപാട്
അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാം. എപ്പോഴും CPM അത് പിന്നെ എപ്പോഴും മുന്നോട്ട് അങ്ങനെ പോരാ. ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ അതിനെതിരെ അധികം സംസാരിക്കാറില്ല. നേതാവ് പറഞ്ഞാൽ പിന്നെ സംസാരിക്കാറില്ല. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ നിലപാട് മാറ്റിക്കോളൂ. 5 വർഷം പോകണം, ഇപ്പൊ 2 വർഷം 1.5 വർഷം നിലപാട് അങ്ങ് മാറ്റും. അത് അന്നത്താണ്. ഞങ്ങളിപ്പോൾ അത് മാറി എന്ന് പറയും. നമ്മുടെ സന്ദേശത്തിൽ ശങ്കരാടി പല കാര്യങ്ങളും പറയില്ലേ, എന്തുകൊണ്ട് കല്യാണം കഴിച്ചു നിൽക്കുമ്പോഴേ പണ്ട് ഞാൻ അവത്തെ പറ്റിയാണ് ഇപ്പൊ ഞാൻ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ, ഇപ്പൊ ഖേദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. പണ്ടെടുത്ത പല നിലപാടുകളും പിന്നീട് മാറ്റിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെത്തും. അപ്പൊ ഏതായാലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ കേസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവര് അത് തീർച്ചയായും അത് നമുക്ക് നാളെ ഇത് ആർക്ക് സംഭവിക്കാം കേട്ടോ. ഈ വാർത്ത ചെയ്യണം നമുക്ക് തന്നെ മർദ്ദന മലയാളിയിൽ എത്ര കേസ് നമ്മുടെ പേരെടുത്തിട്ടുണ്ട്. നമ്മൾ ആരും ചീത്ത കളിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പോയിട്ടില്ല. നമ്മൾ എന്താണ് സംഭവിച്ചത് വാസ്തവം തന്നെ നമ്മൾ മറച്ചു വെക്കാതെ യഥാർത്ഥ കാര്യങ്ങൾ പുള്ളി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതൊരു അനുഭവിക്കേണ്ടി വന്നത് നമ്മളെപ്പോഴും ഓർത്തോളാം. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നമുക്ക് ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഏതുവരെ പോകുന്നു നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം എന്താണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ പരാമർശം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അന്നേരം കോൺഗ്രസ് പാർട്ടിയിൽ അവർ ചേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയതാണല്ലോ. ആ പാർട്ടി അക്കാര്യം അവർ ഭംഗിയായി ഡീൽ ചെയ്യുമായിരിക്കും. കോൺഗ്രസ്സുകാരിയാണെന്ന് മറക്കരുതെന്നാണ് കോൺഗ്രസിലെ മറ്റു വനിതകൾ പറയുന്നത്. ഇപ്പോഴും പാർട്ടി വിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അല്ല, എന്തായാലും ഈ അവർ അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള 100%. ഞാൻ ഒന്നുകൂടെ എന്ന് കണ്ടു നോക്കിയതാണ്. ഒരു വാക്കുപോലും അവർ പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ തന്നെ ഭാവി പദ്ധതികളെന്ന്. ഓക്കെ.